ഹലോ സുമതി വളവ്. ഈ പേര് നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് യക്ഷി ഇറങ്ങുന്ന നിഗൂഢത നിറഞ്ഞ ആ സ്ഥലം. നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തോ പ്രേതം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അതിൻ്റെ ബാക്ക് സ്റ്റോറീസ് ഒന്നും നമുക്ക് കൂടുതൽ അറിയില്ല. ആ പേരിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ പേര് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് സിനിമ ട്രെയിലർ. അപ്പോൾ ഇന്ന് റിലീസായിട്ട് ആ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ നേരെ ഒരു മരം ഒറ്റ വീഴ്ചാട്ടി. എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടി. ഞാൻ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, ഞാൻ പുറത്തിറങ്ങി. എനിക്ക് എന്ത് സമ്മതി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ദേ മുമ്പിൽ നിൽക്കണ സുമതി. കണ്ടാന്നാ ഇങ്ങനെ ഇത്ര അടുത്ത് മുഖാമുഖം. ഇതുകൊണ്ട് കുറെ തള്ളുകഥകളുണ്ടല്ലോ, പ്രേതങ്ങളെ കാര്യങ്ങൾ. നീ അവളോട്ടും പ്രേമത്തിലായിരുന്നു. കല്യാണത്തിന് പോയി സദ്യ വിളമ്പുന്നതാണ് ഹീറോയിസം. പിന്നെ എന്റെ പേടിയൊക്കെ മാറി. എങ്കിലും ഒറ്റയ്ക്ക് രാത്രി സുമതി സുമതിയോളം കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നകുമാര. പട്ടാളം അറിയണ്ട. എന്താ യുദ്ധമൊന്നുമില്ലേ സാറേ? ഞങ്ങളെ നാടൊക്കെ ഇഷ്ടമായ. പിന്നെ കൊള്ളാടോ, എനിക്ക് നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ യക്ഷിക്കഥ. ഇതൊക്കെ ഉള്ളതാണോ? ചില നിയോഗങ്ങൾ നിന്നെ തേടി വരും. ഭയക്കരുത്. ഓഗസ്റ്റ് 1 റിലീസ് അല്ലേ? സംഭവം ട്രെയിലറിൽ നിന്ന് ഞാൻ ഗസ് ചെയ്തെടുത്തത് ശിക്കാരി ശംഭു പോലത്തെ ഒരു കഥ. പേടിത്തൂറിനായ ഒരാൾ നിഗൂഢമായ എന്തോ സംഭവം ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള സാധനം തെളിയിക്കുന്നു, അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്നു. അവനിലൂടെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളൊരു എന്തെങ്കിലുമൊക്കെ ഒരു സംഭവമായിരിക്കും. നമ്മൾ ആക്ച്വലി സിനിമ കണ്ടിട്ടാകുമ്പോ ഇതേ വീഡിയോന്റെ സൈഡിൽ ക്ലിപ്പൊക്കെ ആക്കിയിട്ടിട്ട് വരും കേട്ടോ. അവന്റെ പേടി അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ആ ഒരു സിറ്റുവേഷനിൽ വരുന്നത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ സംഭവ വികാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ മേ ബി അതായിരിക്കാം അതിന്റെ ഒരു ത്രെഡ് എന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. മേ ബി അത് കഴിയുമ്പോൾ മനസ്സിലാവും. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായി പേടിച്ചല്ലോ അല്ലേ? ഞാൻ അങ്ങനെ ഒരു സാധനം സിനിമയുടെ ഉടനീളം ആ പേടിപ്പിക്കുന്ന രംഗങ്ങളൊന്നുമില്ല. ആ കാണിച്ച രംഗം എന്ന് പറയുന്നത് 10-15-20 മിനിറ്റ് ഉള്ള സാധനം ഉള്ളൂ. ഞാൻ ആക്ച്വലി പെട്ടെന്ന് അത് വന്നപ്പോ ഞാനൊന്ന് പേടിച്ചു പോയി. അത് പറഞ്ഞ ആ ഒരു രംഗം വേണമെങ്കിൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ സിനിമ. അതിലേക്ക് എങ്ങനെ എത്തുന്നു, അത് അവരെങ്ങനെ സോൾവ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ കാണാൻ രസമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിന്റെ സിനിമ സംസാരവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ മൂവി ടോക്സിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.